സിനിമ സംവിധാനം ചെയ്യുമ്പോൾ മാത്രമേ താൻ സംവിധായകനാകാറുള്ളൂവെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് പറഞ്ഞു. വടക്കാഞ്ചേരി കേരളവർമ്മ ലൈബ്രറിയിൽ സംഘടിപ്പിച്ച അഡ്വക്കേറ്റ് എം കൃഷ്ണൻകുട്ടിയെ കുറിച്ചുള്ള ദീപ്തം കൃഷ്ണം എന്ന പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സംവിധായകനായിട്ട് ഒരു സദസ്സിന് പോയി ചേർന്ന് നിൽക്കാൻ എനിക്ക് വലിയ ഒരാളാണ്. സംവിധാനം എന്ന് പറയുന്നത് എൻ്റെ മേഖലയാണ്. അത് സിനിമ സംവിധാനം ചെയ്യുമ്പോൾ മാത്രം സംവിധായകനാകുന്ന ഒരാളാണ്. വിജയശ്രീക്കും ദീപ്തിക്കും മുരളിക്കൊക്കെ അറിയാം. ഞാൻ അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആളുകൾ ആരെങ്കിലും അന്വേഷിച്ച് വരുമ്പോൾ ഇപ്പോൾ ഈ യൂട്യൂബിലും ഓഡിയോയൊക്കെ കണ്ട ആൾക്കാരെ തിരിച്ചറിയാം. അത് അല്ലാത്തപ്പോൾ എന്നെ തിരിച്ചറിയാം. രണ്ടാമത് ചോദിക്കാറുണ്ട്, സാറുണ്ടോ വീട്ടിൽ ചോദിക്കാറില്ല. ഇപ്പം പിന്നെ കുറച്ച് തിരിച്ചറിയാം. അതിൻ്റെ ഒരു ആനന്ദമുണ്ട്. പണ്ട് നാടോടിക്കാറ്റ് എന്നുള്ള സിനിമ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഞാൻ കാറ് വാങ്ങിച്ചിട്ടില്ല. ഞാൻ KK ബസ്സിൽ തൃശ്ശൂർക്ക് പോകുമ്പോൾ രാംദാസിൻ്റെ മുമ്പിൽ, അന്ന് രാംദാസിൻ്റെ മെയിൻ റോഡിലേക്കാണ് ഡോറ് തുറക്കുന്നത്, ഗേറ്റ് തുറക്കുന്നത്. അവിടെ ഭയങ്കര ക്രൗഡാണ്. എന്നും ആ പടത്തിന് തിരക്കുകളായിരുന്നു. അപ്പോൾ ഒരു കണ്ടക്ടർ അവിടെ നിന്ന് ശപിക്കുന്നുണ്ട്, ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, മനുഷ്യൻ ഈ വഴി കൂടെ വണ്ടി കൊണ്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ കറക്റ്റ് റൂട്ട് സമയത്താണ് ഈ സാധനം. ഇത് എന്തെത്ര വലിയ സിനിമകളുടെ ഞാൻ കേട്ടോട്ട് ബാക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് പുറകിൽ മാറി നിന്നിട്ട് ഇതൊക്കെ കാണാനാണ് എനിക്ക് സന്തോഷം. നടന്മാരായ ശ്രീനിവാസനും ഇന്നസെന്റും അവരുടെ അച്ഛന്മാരെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോഴാണ് നാം പലതും അറിയുക. ഇന്നസെന്റ് തന്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞ ഒരു സംഭവം താൻ സംവിധാനം ചെയ്ത പൊന്മുട്ടയിടുന്ന താറാവ് എന്ന സിനിമയിൽ ഉൾപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. മക്കളിലൂടെ നമ്മൾ അച്ഛന്മാരെ തിരിച്ചറിയാറുണ്ടല്ലോ. എനിക്ക് പലപ്പോഴും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശ്രീനിവാസൻ, ഇന്നസെന്റ്, ഇവരുടെ ഒന്നും പിതാക്കന്മാരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവരെ പോലെ തന്നെ നമുക്ക് പരിചയമാണ്. ശ്രീനിവാസനെ പോലെ തന്നെ എനിക്കറിയാം. ശ്രീനിവാസൻ്റെ അച്ഛൻ ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് ചില അനുഭവങ്ങൾ പറയുമ്പോഴാണ്. ഒരിക്കൽ ശ്രീനിവാസൻ പറഞ്ഞു, സ്കൂളിൽ പഠിക്കുമ്പോൾ മഹാവികൃതിയായിരുന്നു. ക്ലാസ് ടീച്ചറോട് എന്തോ മര്യാദയില്ലാതെ പെരുമാറി ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ പെരുമാസം പറഞ്ഞ അച്ഛനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ കയറുന്നു. അപ്പോൾ അച്ഛനെ വിളിച്ച് വരാമെന്ന് പറയുന്നത് വലിയ പ്രശ്നം. അച്ഛൻ വേറൊരു സ്കൂളിലെ മാഷാണ്. അവസാനം നിവൃത്തിയില്ലാതെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛനൊന്ന് ഹെഡ് മാസ്റ്റർ കാണുമെന്ന് പറഞ്ഞിട്ട് എന്തോ എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹെഡ് മാസ്റ്റർ ഇങ്ങനെ റെഡി ആയിരിക്കാം. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ടുവന്നു ഈ ശ്രീനിവാസനെ മുറിയിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്ത കുറ്റം ക്ലാസ് ടീച്ചറെ ഇവിടെ മോശമായിട്ട് അനുസരണയില്ലാതെ പെരുമാറി എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ അച്ഛന്മാർ പറയുന്നത് വെച്ചാൽ അതറിയാതെ പറ്റിപ്പോയതാണ്, ഇനി അവനെ ഉണ്ടാവില്ല, ഞാൻ അത് ഞങ്ങൾ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ പകരം ശ്രീനിവാസൻ്റെ അച്ഛൻ പറഞ്ഞത്. എന്നിട്ട് മാഷ് അവൻ ഇപ്പോഴും ക്ലാസ്സിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. PC കൊടുത്ത് പുറത്തുകൊണ്ടേ, ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ ഹെഡ് മാസ്റ്റർ അവസാനം ശ്രീനിവാസൻ്റെ അച്ഛൻ്റെ കയ്യും കാലം പിടിച്ചിട്ട്, ഇപ്പം നിങ്ങൾ അതിന് ചോദിക്കേണ്ട കുട്ടികളല്ല, കുട്ടികളാണെങ്കിൽ ഒരു അധ്യാപകൻ എന്നൊക്കെ പറയാൻ പാടില്ല. ഞാനാണെങ്കിൽ ഇപ്പോൾ PC കൊടുത്തു വിട്ടത്. നല്ല അച്ഛൻ അവസാനം അച്ഛൻ്റെ കൈയും കാര്യം പിടിച്ച് ഹെഡ് മാസ്റ്റർ മസ്ജിദിലിരുന്നു. അപ്പോൾ നമുക്കൊരു അച്ഛൻ്റെ ഫിഗർ കിട്ടുന്നു. അവരച്ഛൻ ആരാണ് എന്ന് തിരിച്ചറിയണം. അതുപോലെയാണ് ഇന്നസെന്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, പൊന്മുട്ടാണ് പറഞ്ഞ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പെങ്ങന്മാരുടെ കല്യാണാലോചനകൾ നടക്കുമ്പോൾ അച്ഛൻ വിവരങ്ങൾ അന്വേഷിക്കാൻ പോകും. എന്നിട്ട് അമ്മ ആഗ്രഹപൂർവ്വം കാത്തിരിക്കും അച്ഛൻ എന്താണ് പറയുന്നത്, അവിടെ ആ വരൻ്റെ വീട്ടിൽ പയ്യൻ്റെ വീട്ടിൽ എങ്ങനെയുണ്ട്, അവരെന്താണ് ജോലിയൊക്കെ അറിയാൻ മെയിൻ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇന്നസെന്റ് പറയുന്നത് ഈ തന്ത അത് മാത്രം പറയില്ല. അതായത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞു മെയിൻ കാര്യം പുള്ളി ഒന്നുകിൽ മുഖം കഴുകിയിട്ടോ അല്ലെങ്കിൽ ഷർട്ട് ഊരിയിട്ടോ അങ്ങനെ എന്തെങ്കിലും മുഖത്ത് തുടച്ചിട്ടോ അതങ്ങനെ മൂടിക്കളയും. ഞാൻ പറഞ്ഞു അത് നമുക്ക് ഈ സിനിമയിൽ കേട്ടാതെ. അങ്ങനെയാണ് പൊന്മുട്ട താറാവിൻ്റെ ആ സീൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പല അച്ഛന്മാരെ പറ്റി നമ്മൾ തിരിച്ചറിയാം. ലൈബ്രറി പ്രസിഡന്റ് വി മുരളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജഡ്ജ് പ്രിയ ചന്ദ്, ഡോക്ടർ ചാക്കോ ജോസ് എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ഡോക്ടർ ജയശ്രീ കൃഷ്ണകുമാർ, ഡോക്ടർ വി ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ഇന്ദിരാദേവി, ഗായത്രി ഗോപകുമാർ, G സത്യൻ എന്നിവർ പ്രസംഗിച്ചു. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്.
മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതികവിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ